കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുമായ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കന്യകാമറിയം ബോസ്നിയ ആൻഡ് ഹെർസഗോവിന എന്ന രാജ്യത്ത് മെജ്ഗൊരെ എന്ന ഗ്രാമത്തിൽ കഴിഞ്ഞ 42 വർഷങ്ങളായി പ്രത്യക്ഷപ്പെട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന സന്ദേശങ്ങളാണ് നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങൾ സ്വർഗത്തിൻ്റെ അമൂല്യമായ നിധികൾ നമ്മുടെ സന്നിധിയിൽ എത്തിക്കുകയാണ്. ലോകത്തിൻ്റെ അവസാനം വരെ മാത്രം നിലനിൽക്കുന്നതല്ല സ്വർഗരാജ്യം. അത് ഈ ലോകത്തിനപ്പുറത്ത് ഒരിക്കലും അവസാനിക്കാത്ത ദൈവത്തോട് കൂടെയുള്ള സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസാനിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും നയിക്കുവാനുള്ള പരിശ്രമമാണ് പരിശുദ്ധ കന്യകാമറിയം മെജ്ഗുരിയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഇത്രമാത്രം വിശേഷിക്കപ്പെട്ട ഈ സ്വർഗീയ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത് നാം ചിന്തിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നും, സ്വർഗീയ സൗഭാഗ്യത്തിലേക്കുള്ള യാത്രയിൽ പല മേഖലകളിൽ സമയങ്ങളിൽ നമുക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ടെന്നും, സ്വർഗത്തിലേക്കുള്ള ആകർഷണങ്ങളെക്കാൾ ഉപരിയായി ഈ ലോകത്തിൻ്റെ പല ആകർഷണങ്ങളും നമ്മളെ വഴിതിരിച്ചു വിടുവാനുള്ള സാധ്യതയുണ്ടെന്നും, സ്വർഗത്തിലേക്ക് നാം എത്തിച്ചേർന്നത് തടയുവാൻ നരകത്തിൻ്റെ അധിപനായ സാത്താൻ പല ചതിക്കുഴികളും നമുക്ക് മുൻപിൽ വച്ചിട്ടുണ്ട് എന്നും പരിശുദ്ധ അമ്മ മെജ്ഗുരിയിലൂടെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം നമ്മെ പഠിപ്പിച്ചു. അതിൽ ഇന്ന് ഈ എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മ നമ്മോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. സ്വർഗം നമുക്കായി കരുതിയിരിക്കുന്ന അമൂല്യമായ ഈ വലിയ അനുഭവം, സ്വർഗീയ സൗഭാഗ്യം നമുക്കാർക്കും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്ന തീരുമാനത്തോടുകൂടി പരിശുദ്ധ അമ്മ ഇന്ന് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഓടി നടന്ന് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന അപകടകരമായ ചതിക്കുഴികളെല്ലാം കാണിച്ചു തന്ന്, നമ്മുടെ ശത്രുക്കളെയെല്ലാം വെളിപ്പെടുത്തി തന്ന്, അവരുടെ വഞ്ചനകൾ നമുക്ക് പറഞ്ഞു തന്ന്, അതിലൊന്നും അകപ്പെടാതെ നിത്യരക്ഷയിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മ ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ അമ്മ മെജ്ഗുരിയിലൂടെ നമ്മോട് ആവശ്യപ്പെട്ടത് ഇപ്രകാരമാ: മക്കളെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുവിൻ. ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുവിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനമെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് നിമിഷവും ഞാൻ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിനുള്ളവളാണ് എന്ന് തീരുമാനമെടുത്ത് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്ത് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്.
ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കുക. ദൈവത്തിന് വേണ്ടി ഉള്ളവനാണ് ഞാനെന്ന് ലോകത്തോട് വിളിച്ചു പറയുക. എപ്രകാരമാണ് ഞാൻ ദൈവത്തിനോട് വേണ്ടി ഉള്ളവളാണെന്ന് വിളിച്ചു പറയാൻ സാധിക്കുക? ഈ ലോകത്ത് ദൈവിക കാര്യങ്ങൾക്ക് വ്യത്യസ്തമായി വിപരീതമായി ലോകത്തിൻ്റെതായ പല കാര്യങ്ങളും നമ്മുടെ മുൻപിൽ ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് അതിനോടെല്ലാം നോ പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടിയുള്ളവളാണ്, ദൈവത്തിന് വേണ്ടിയുള്ളവനാണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു തീരുമാനമാണ്. അമ്മ പറയുന്നു, നിങ്ങൾ അവിടെ ഇവിടെ ഇല്ലാതെ നിൽക്കരുത്. ഇതൊരു തീരുമാനമാണ്. ഞാൻ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുവാൻ പരിശുദ്ധ അമ്മ നിർദ്ദേശിക്കുന്നു. ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ സന്യാസ ജീവിതമൊക്കെ നയിക്കുന്നവർ, ഞങ്ങളെപ്പോലുള്ള സന്യാസി അച്ഛന്മാരും സമർപ്പിതരൊക്കെ ചില വാഗ്ദാനങ്ങൾ എടുക്കാറുണ്ട്. ബ്രഹ്മചര്യം, അനുസരണം, ദാരിദ്ര്യം എന്നുള്ള ചില പ്രതിജ്ഞകൾ, വാഗ്ദാനം ദൈവസന്നിധിയിൽ എടുക്കാറുണ്ട്. വ്രതങ്ങളാണ് എടുക്കുക. പരിശുദ്ധമ പറയുകയാണ്, ഇത് സന്യസ്തര സമർപ്പിതര മാത്രമല്ല, ലോകത്തുള്ള എല്ലാ മക്കളും ദൈവത്തിന് വേണ്ടി ഒരു പ്രതിജ്ഞ എടുക്കുക. നീ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞ എടുക്കണം. നീ ദൈവത്തിന് വേണ്ടി നീ തീരുമാനമെടുക്കണം. നീ ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനേകരുണ്ട്. നമുക്കറിയാം, IAS ഓഫീസർമാർ, കളക്ടർമാർ ഈ ലോകത്തിൻ്റെ വലിയ തിരക്കിലൂടെ കടന്നു പോകുന്ന നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ജില്ലകളെയൊക്കെ നയിക്കുന്ന കളക്ടർമാർ, ചിലരിൽ ചില പ്രത്യേകതകളുണ്ട്. അവർ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവർ അവരുടെ ഇടയിലുണ്ട്. ഡോക്ടർമാർ അനേകർ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവരുണ്ട്. അവരുടെ ശുശ്രൂഷ മറ്റ് ഡോക്ടർമാരുടെ ശുശ്രൂഷയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. നമ്മൾ വൈദികർ തന്നെ, സന്യസ്തര്, സമർപ്പിതര്, നമ്മളൊക്കെ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവരാണെങ്കിൽ തന്നെയും ഒരുപക്ഷെ ചില തീഷ്ണതക്കുറവ് ചിലപ്പോൾ സംഭവിക്കും. ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികളെ കണ്ടാൽ അറിയാം. അവരേത് സമൂഹത്തിൽ നിന്നാലും, അവരെ സാധാരണ ജോലിയായിരിക്കാം ചെയ്യുന്നത്, കൂലിപ്പണിയായിരിക്കാം ചെയ്യുന്നത്, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, ഒരു ടീച്ചറായിരിക്കാം, നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, IT പ്രൊഫഷണൽ ആയിരിക്കാം, പല വ്യത്യസ്ത ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജോലികൾ ചെയ്യുന്നവരായിരിക്കാം. എന്നാൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ അവരുമായിട്ട് ഇടപഴകുന്നവർക്ക് ഇവരിൽ ഒരു പ്രത്യേകത കാണുവാൻ സാധിക്കും, ഒരു ദൈവീകത കാണുവാൻ സാധിക്കും. അവരുടെ സംസാരത്തിൽ ഒരു കൃപ അനുഭവിക്കാൻ സാധിക്കും. അവരുടെ സാന്നിധ്യം ഒരു സമാധാനത്തിൻ്റെ സാന്നിധ്യം ആയിരിക്കും. ഇത് ദൈവത്തിന് വേണ്ടി തീരുമാനിക്കുന്നത് കൊണ്ടാണ്. ഇത് ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് പരിശുദ്ധയമ്മ പറയുന്നു, നീ ഏത് പ്രൊഫഷനിലുള്ള ആളായിക്കോട്ടെ, നീ ഏത് പ്രായത്തിലുള്ള ആളായിക്കോട്ടെ, നീ ഈ ലോകത്ത് ഏത് സ്ഥലത്ത് ജീവിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നമ്മുടെ റേസോ കളറോ റിലീജിയനോ ഒന്നും ഒരു പ്രശ്നമല്ല. ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുക. അപ്പോൾ ദൈവം നിന്നെ സ്വന്തമായി കണക്കാക്കും. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ക്രൈസ്തവർ സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവ് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ മാമോദീസയുടെ സഭയിൽ അംഗങ്ങളായ നമ്മൾ മറ്റെല്ലാവരെയും കഴിഞ്ഞു തീഷ്ണതമായി ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കേണ്ടവരാണ്. നമ്മൾ എവിടെയാണെങ്കിലും, യൂണിവേഴ്സിറ്റിയിലാകാം, സ്കൂളുകളിലാകാം, മറ്റെവിടെയെങ്കിലും ആയിക്കോട്ടെ, അവിടെയെല്ലാം നമ്മളിൽ മറ്റുള്ളവർ ഒരു പ്രത്യേകത ദർശിക്കണം. കാരണം I stand for God. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൾ, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവൾ, ഇവരിൽ ഒരു പ്രത്യേകത മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാതെ ജീവിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുക. മെച്ചുകൊരിയിലൂടെ
ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുക, ദൈവത്തിന് വേണ്ടി തീരുമാനിക്കുക, ദൈവത്തിന് വേണ്ടി ജീവിക്കുക. വെളിപാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 16-ാം തിരുലിഖിതം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചൂടോ തണുപ്പോ ഇല്ലാത്ത ഒരു മന്ദോഷ്ണനായി നീ ജീവിക്കുന്നതിനാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയുമെന്ന്. പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന കൊട്ടേഷനാണിത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാകാതെ പോകുന്നുണ്ട്. നമ്മൾ കർത്താവ് നമ്മളെ സഭയിൽ, കത്തോലിക്ക സഭയിൽ, ഈശോയുടെ സഭയിൽ മാമോദീസയിൽ അംഗങ്ങളാക്കി എങ്കിൽ തീഷ്ണതയുള്ള ക്രൈസ്തവനായി യേശുക്രിസ്തുവിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മൾ നിയോഗിച്ചിരിക്കുകയാണ്. ഈ സഭയിൽ തന്നെ മാമോദീസായിലൂടെ നമ്മൾ അഭിഷേകം ചെയ്ത ദൈവം എന്നെപ്പോലെയുള്ള പുരോഹിതരെ പ്രത്യേകമായി പൗരോഹിത്യത്തിലൂടെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. സമർപ്പിതരുണ്ട്, സന്യസ്തരുണ്ട്. നമ്മളോടൊക്കെ ഇന്ന് ഈ വചനം വലിയൊരു വെല്ലുവിളിയായി നിലനിൽക്കുകയാണ്. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനായി നീ ജീവിക്കുന്നതിനാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും. ഏത് സ്റ്റേറ്റസിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഏത് ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തി ആയിക്കോട്ടെ, ഇന്ന് നമ്മൾ ചിന്തിക്കണം, കർത്താവിന് വേണ്ടി ചൂടുള്ള വ്യക്തിയാണോ ഞാനെന്ന്, അതോ ഒന്നുമില്ലാതെ ഒരു മന്ദോഷ്ണ അവസ്ഥയിലാണോ ഞാൻ എൻ്റെ ജീവിതമെന്ന്, എൻ്റെ പൗരോഹിത്യ ജീവിതം, എൻ്റെ സമർപ്പിത ജീവിതം, എൻ്റെ കുടുംബ ജീവിതം, ഞാൻ യുവാവായിക്കൊള്ളട്ടെ, പ്രായം ചെന്ന ആളായിക്കോട്ടെ, എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഞാനൊരു മന്ദോഷ്ണ അവസ്ഥയിലാണോ അതോ ഒരു തീഷ്ണമായ ദൈവത്തിന് വേണ്ടി ചൂട് പിടിച്ച അവസ്ഥയിലാണോ ഞാനെന്ന് ചിന്തിക്കുവാൻ പരിശുദ്ധയമ്മ നമ്മോട് ആവശ്യപ്പെടുക. ഇപ്രകാരം ദൈവത്തിനു വേണ്ടി ചൂട് പിടിച്ച അവസ്ഥയിലായിരിക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്, നമ്മൾ ഒരു ചൂടുമില്ല തണുപ്പുമില്ലാതെ മന്ദോഷനായി പോകാൻ പാടില്ല. നമ്മൾ തീഷ്ണതയോടുകൂടി ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ മെജ്ജൂറിലൂടെ നമ്മോട് ആവശ്യപ്പെടുക. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തെ അംഗീകരിക്കുന്നവരായിരിക്കണം. വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യപ്രകാരം കടമ കഴിക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ പലരുടെയും പ്രാർത്ഥനാ ജീവിതം. കൊന്ത ചൊല്ലേണ്ടത് കൊണ്ട് ചൊല്ലുന്നു, അത് ഉറക്കം തൂങ്ങിയും പല രീതിയിലും ചൊല്ലി തീർക്കുന്നു. കടമ കഴിക്കുന്ന പ്രാർത്ഥന ജീവിതം. വിശുദ്ധ കുർബാന ഞായറാഴ്ച പോകണമെന്ന് സഭ നിർദ്ദേശിക്കുന്നതുകൊണ്ട് പോകുന്നു, മറ്റ് ഭക്തികൃത്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് ചെയ്യുന്നു. അതിലൊരു തീഷ്ണതക്കുറവ് ഒരുപക്ഷെ കണ്ടെന്നിരിക്കാം. അത് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിലോ എന്നോർത്ത് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതുള്ളിൽ നിന്നുള്ള ആ ചൂട് പിടിച്ച ഒരു തീഷ്ണതയോടുകൂടിയുള്ള ഒരു പ്രവർത്തനമായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇതൊരു വെല്ലുവിളിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പരിശുദ്ധ അമ്മ പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികളിൽ കാണുവാൻ സാധിക്കും. നമ്മളത് ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. 5 കാര്യങ്ങൾ. 1, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ, 1, അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. ദൈവത്തെ അന്വേഷിക്കുന്നവരായിരിക്കണം. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുലിഖിതം നമ്മെ ഇപ്രകാരം ഓർമ്മിക്കുന്നുണ്ട്, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു, അവിടുത്തെ അംഗീകരിക്കുന്ന അല്ലെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ, ദൈവത്തെ അംഗീകരിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് ലോകത്തിലേക്ക് നോക്കി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ ഇന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണോ? എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുന്ന ഒരു വ്യക്തിയാണോ?
നമുക്കൊരു അതിൻ്റെ ഞാനിന്ന് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ എന്നറിയാൻ ഒരു എളുപ്പ പണിയുണ്ട്. എനിക്ക് ഒരു ദിവസം കുറച്ച് ഫ്രീ ടൈം കിട്ടിയെന്നിരിക്കട്ടെ, വലിയ പണിയൊന്നുമില്ല, എല്ലാ പണിയും ഒതുക്കി ഫ്രീ ടൈം കിട്ടിയെന്നിരിക്കട്ടെ. ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തിനെയാണ് അന്വേഷിക്കുന്നത്? ഈ ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ എന്തിലാണ് എൻഗേജ് ആകാൻ ആഗ്രഹിക്കുന്നത്? പലപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ മൊബൈൽ എടുത്ത് ഏതെങ്കിലും വാട്സപ്പോ ഇല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളൊക്കെ നോക്കുന്നു, ചില വീഡിയോകളൊക്കെ കാണാം. ചില ഫ്രീ ടൈം കിട്ടുമ്പോൾ കുക്കറി ചാനലൊക്കെ കണ്ട് പുതിയ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെ പാകം ചെയ്യണമെന്നൊക്കെ കണ്ടുപിടിക്കാം. ചിലർ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആരെങ്കിലുമൊക്കെ ഫോൺ വിളിച്ച് സൗഹൃദങ്ങളും സംഭാഷണത്തിലൊക്കെ ഏർപ്പെടാം. ചിലർ ഫ്രീ ടൈം കിട്ടുമ്പോൾ മറ്റു പല കാര്യങ്ങളും എൻഗേജ്ഡ് ആകാം, താല്പര്യമുള്ള പല ഹോബികളിലൊക്കെ എൻഗേജ്ഡ് ആകാം. ചിന്തിക്കുന്ന ഇപ്രകാരമാണ്, എനിക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ദൈവത്തെ ഓർക്കാറുണ്ടോ? ഞാനൊരു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കാറുണ്ടോ? എനിക്കൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ ഒരു ദൈവ ചിന്ത എന്നിലേക്ക് കടന്നു വരാറുണ്ടോ? ഇതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരിൽ നാം കാണുക. ഒരു ഫ്രീ ടൈം കിട്ടുമ്പോൾ മറ്റ് ലോകത്തിൻ്റെതായ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ദൈവിക കാര്യങ്ങളിൽ ഏതിലെങ്കിലും വ്യാപൃതയാകുവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഒരാഗ്രഹം എന്നിലുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായി കണക്കാക്കപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെയും ലോകത്തെ അന്വേഷിക്കുന്നവരുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ദൈവാന്വേഷിയാണോ ലോകത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണോ? സങ്കീർത്തനം 14:2 പറയുന്നു, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. നിങ്ങളുടെ സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തികളായി, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികളായി ഈ ലോകത്ത് ജീവിക്കുവാനുള്ള ഒരു വലിയ വിളിയാണ് പരിശുദ്ധ അമ്മ ബെജ്ജുവരിയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഇനി രണ്ടാമതായി പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവർ ചില കാര്യങ്ങളൊക്കെ അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലും ദൈവമഹത്വത്തിന് വേണ്ടി വേണ്ടെന്ന് വയ്ക്കണം. ദൈവമഹത്വത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിലും അർഹതപ്പെടുന്നതാണെങ്കിലും ചിലതൊക്കെ വേണ്ടെന്ന് വയ്ക്കുക. അത് ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇന്നലെ ഞാനൊരു യുവാവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. 10-25 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാരൻ. അവൻ വിദേശത്താണ്. അപ്പോൾ ഈ ഈസ്റ്റർ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ അവൻ സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഓർക്കുകയാണ്. കൂടെയുള്ളവർ ക്രൈസ്തവരായ യുവാക്കളൊക്കെയാണ്. ഈസ്റ്ററിലാവൻ പറഞ്ഞത് ഇപ്രകാരമാണ്, ഈസ്റ്റർ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു ഞങ്ങൾ കൂട്ടുകാരൊക്കെ. എല്ലാവരും ഈസ്റ്റർ ആഘോഷം നമുക്ക് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. മദ്യമൊക്കെ വാങ്ങി അങ്ങനെ വലിയ നല്ല ആർഭാടത്തോടു കൂടി, ഇല്ലെങ്കിൽ നല്ല മദ്യക്കുപ്പിയുടെ മദ്യലഹരിയിലൊക്കെ ഇങ്ങനെ ആഘോഷിച്ചു. താൻ പറഞ്ഞു ഞങ്ങൾ 2 പേര് മാത്രം തൊട്ടില്ല. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും, ക്രൈസ്തവരെല്ലാം, കത്തോലിക്കരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈസ്റ്റർ ആഘോഷിച്ച് അടിച്ചു പൊളിച്ചപ്പോൾ ഞങ്ങൾ 2 പേര് തൊട്ട്. അതിൻ്റെ അർത്ഥം അവൻ പറഞ്ഞ ഇപ്രകാരമാണ്, കാരണം കർത്താവിന് വേണ്ടി ഈ ആഘോഷങ്ങളിടയിലും ഈ ലോകത്തിൻ്റെ മദ്യം വേണ്ടെന്ന് വെച്ചു. അത് ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകതയാണ്. ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുൻപിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാകാം, ആരും തടയാൻ പോകുന്നില്ല. അത് ബോധപൂർവം വേണ്ടെന്ന് വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യുവജനങ്ങൾ. ഹല്ലേലൂയ. ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തെവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്ന വ്യക്തികളെയാണ് ഇന്ന് ദൈവത്തിന് ആവശ്യമെന്ന് പരിശുദ്ധ അമ്മ ബെജ്ജുവരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്ന വ്യക്തികൾ. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട്,
എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. 1 കൊരിന്ത്യർ 10:23. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പടുത്തുയർത്തുകയില്ല. സഹോദരങ്ങളെ, ഈ ലോകത്തെല്ലാം നിയമാനുസൃതമായ പലതുമുണ്ട്, എന്നാൽ അതെല്ലാം അനുഗ്രഹപ്രദമാകണമെന്ന് നിർബന്ധമില്ല. അതെല്ലാം പടുത്തുയർത്തണം നിർബന്ധമില്ല. ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എന്താണ് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കുക? എന്താണ് എനിക്ക് എൻ്റെ കർത്താവിന് വേണ്ടി ഇന്ന് ഈ എൻ്റെ ജീവിതത്തിൽ മാറ്റിവെച്ച് ഉപേക്ഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക? അപ്പോൾ 5 കാര്യങ്ങൾ. 1, ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളായി മാറും. 2, ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ അർഹതപ്പെട്ടതാണെങ്കിൽ പോലും മാറ്റിവെച്ച് ദൈവമഹത്വത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മക്കളായി മാറുക. ഇനി 3-മതായി, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തിരിക്കുന്ന വ്യക്തികൾ ദൈവത്തിന് വേണ്ടി ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതനാകുവാൻ പരിശ്രമിക്കുക. ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ പരിശ്രമിക്കണം. നമ്മൾ ചിന്തിക്കുന്ന പ്രകാരം എന്ത് ദൈവീക കാര്യത്തിൽ വ്യാപൃതനാകാനാ ഞാൻ ഇന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഇടവകളിലൊക്കെ കാറ്റഗിസം പഠിപ്പിക്കുന്ന കാറ്റഗിസം ടീച്ചേഴ്സ് ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണ്. പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നവർ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണ്. ഇതിന് പ്രതിഫലം ലഭിക്കുന്നവരല്ല. പല സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ലാഭേച്ഛയില്ലാതെ, പ്രതിഫലം ആഗ്രഹിക്കാതെ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്. രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുക്കുന്നവർ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നവരാണ്. ഇന്ന് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന മക്കൾ ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ സമയം കണ്ടെത്തണം. നമ്മൾ ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കേണ്ടവരല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരാഴ്ച വല്ലപ്പോഴൊക്കെ ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കണം. ദൈവീക കാര്യങ്ങൾ എന്താണ് എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. എൻ്റെ അടുത്തൊക്കെ എൻ്റെ ജീവിത സാഹചര്യത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് എനിക്ക് സമയം മാറ്റിവെക്കാൻ, അല്ലെങ്കിൽ ജീവിതം മാറ്റിവെക്കാൻ സാധിക്കുക, അത് തമ്പുരാൻ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ചുറ്റുപാടും നോക്കുക. ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ സമയം കണ്ടെത്തുവാൻ ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. പരിശുദ്ധ മെജൂരിലൂടെ നമ്മെ ഓർപ്പിക്കുകയാണ്. മത്തായി ശ്രീകായുടെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന ഇപ്രകാരമാണല്ലോ: ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകും. നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതനുസരിച്ചാണ് കർത്താവ് പ്രതിഫലം നൽകുന്നത്. ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് കർത്താവ് പ്രതിഫലം നൽകും. അപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞ എടുത്തിരിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തിരിക്കുന്ന വ്യക്തികൾ ദൈവത്തെ അന്വേഷിക്കുന്നവരാകണം. 1, ദൈവത്തിന് വേണ്ടി, ദൈവമഹത്വത്തിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ, ഈ ലോകത്തിൽ സുഖങ്ങളൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നവരാകണം. 2, ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ തൽപരരായിരിക്കുന്നവരാകണം. 3, ദൈവീക കാര്യങ്ങളിൽ വ്യാപൃതരാകുവാൻ സമയം കണ്ടെത്തണം. ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തിരിക്കുന്നവർ. ഇനി 4-മതായി പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി നിലപാടെടുത്തിരിക്കുന്നവർ ദൈവത്തോട് ആലോചന ചോദിക്കണം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപ് ഞാൻ തമ്പുരാനോടൊന്ന് ആലോചന ചോദിക്കണം. ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാകാം, ദിവികാരണനാഥൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാകാം, ഇനി അങ്ങനെയൊന്നും പോകാൻ സമയം കിട്ടി എൻ്റെ മുറിയിലിരുന്ന് തന്നെ കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് ആലോചന ചോദിക്കുക. എന്ത് തീരുമാനത്തിലും അവിടെ ഇവിടെയൊക്കെ പോയി കറങ്ങി നടന്ന് മറ്റുള്ളവരുടെ ആലോചന ചോദിച്ച് ഒന്നും കിട്ടാത്തപ്പോൾ അല്ല തമ്പുരാൻ സന്നിധിയിലേക്ക് വരേണ്ടത്. ഒരു മനസ്സിലേക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട സാഹചര്യം ആദ്യം തമ്പുരാനോട് ആലോചിച്ച് ചോദിക്കുക. ദൈവമേ, ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം?
അപ്പോൾ തമ്പുരാൻ പറയും, മോനെ ഇന്ന ഇന്ന കാര്യങ്ങൾ നിന്റെ മനസ്സിലേക്ക് തമ്പുരാൻ കൊണ്ടുതരും, നീ ഈ വ്യക്തി ഒന്ന് പോയി കണ്ടു നോക്ക്, അല്ല ഇയാളോടൊന്ന് സംസാരിച്ച് നോക്ക്. ഇതെല്ലാം തമ്പുരാൻ വേണ്ട വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു തരും. ആദ്യം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ആദ്യം മനുഷ്യന്റെ പുറകെ പോകുന്നതിന് പകരം ദൈവത്തിന് മുൻപിൽ ദൈവത്തിൻ്റെ പുറകെ പോയി ദൈവത്തോട് ആലോചന ചോദിക്കുക. ഇത് ദൈവത്തെ അന്വേഷിക്കുന്നവർ, ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ കാണുന്ന ഒരു വലിയ കാര്യമാണ്. ആദ്യം ദൈവത്തെ വരിക്കുന്നവരായി മാറുവാൻ പരിശുദ്ധ അമ്മ മെജ്ജുവരിയിലൂടെ നമ്മോട് ആവശ്യപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി അഞ്ചാമതായി ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്നവർ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരും ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നവരുമായിരിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും കരങ്ങളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വമാണത്. നമ്മൾ ദൈവത്തിന് വേണ്ടി സംസാരിക്കണം, നമ്മൾ ദൈവത്തോട് സംസാരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ പലപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ അവിടെ ഇവിടെയൊക്കെ ദൈവം നിന്ന് നമ്മൾ കേൾക്കാനായിട്ട് സാധിക്കും. ദൈവത്തിനെതിരായ ആളുകൾ പറയുന്നത് കേൾക്കാൻ സാധിക്കും. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ദൈവത്തിനെതിരായ പലരും പറയുന്നത് നമ്മൾ കേൾക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിനകത്തൊക്കെ സാധിക്കുമെങ്കിൽ പ്രതികരിക്കണം. സ്നേഹത്തോടു കൂടി പ്രതികരിച്ച് സ്നേഹത്തോടു കൂടി ദൈവത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കണം. ദൈവത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. ദൈവത്തിന് വേണ്ടി നമ്മൾ വാദിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയണം, നാണിക്കരുത്. നമുക്കൊക്കെ പറ്റുന്ന സംഭവം ഇപ്രകാരമാണ്. ഈ ലോകത്തിൻ്റെ അവസ്ഥ ദൈവത്തെ മാറ്റി നിർത്തുന്നതായതിനാൽ ദൈവത്തെക്കുറിച്ച് പറയുന്നതൊക്കെ ലജ്ജാകരമായി പലപ്പോഴും തോന്നാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങൾ, അത് അപകടകരമാണ്. ദൈവത്തെക്കുറിച്ച് പറയുവാൻ നാണിക്കരുത്. ദൈവീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മടിക്കരുത്, ലജ്ജിക്കരുത് ദൈവത്തെക്കുറിച്ച് പറയുവാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്ത് അമേരിക്കൻ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആയിരിക്കുന്ന ട്രംപിൻ്റെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടവന്നു. അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വളരെ ശക്തമായി ദൈവത്തെക്കുറിച്ച് പറയുകയാണ്. അമേരിക്കയിലേക്ക് ദൈവത്തെ നമ്മൾ തിരിച്ചു കൊണ്ടുവരും, അമേരിക്കയെ ദൈവത്തിന് സമർപ്പിക്കും, അമേരിക്കയ്ക്ക് ഏറ്റവും ആവശ്യം ദൈവത്തെയാണ്. ക്രിസ്ത്യാനിറ്റി ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ഇതിനെ തിരിച്ചു കൊണ്ടുവരും, അമേരിക്കയിലേക്ക് ദൈവം തിരിച്ചു വരും എന്നൊക്കെയുള്ള ശക്തമായ നിലപാടെടുത്തുകൊണ്ടുള്ള ശക്തമായ പ്രസംഗം ദൈവത്തിന് വേണ്ടി ട്രംപ് പ്രസംഗിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ട്രംപ് പ്രസംഗിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, അമേരിക്കയിൽ എല്ലാവരും വിശ്വാസികളൊന്നുമല്ല. അമേരിക്ക ഒരുപാട് പേര്, ഭൂരിഭാഗം പേര് ഒരുപക്ഷെ ഒരു വിശ്വാസം ഇല്ലാത്തവരായിരിക്കാം. ക്രിസ്ത്യാനികൾക്കെതിരായി ജീവിക്കുന്നവരുണ്ടാകാം. ഇവരുടെ ഒന്നും വോട്ട് ട്രംപിനൊരു പ്രശ്നമല്ല. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവത്തിനെതിരായി നിൽക്കുന്ന അനേകര് ട്രംപിന് വോട്ട് ചെയ്യില്ല, അവനറിയാം. എന്നാൽ മറ്റുള്ളവരെയൊക്കെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ വോട്ടിന് വേണ്ടി എന്തും പറയുന്ന ഒരു നിലപാടല്ല ഈ വ്യക്തി സ്വീകരിച്ചിരിക്കുക. ആ വ്യക്തിയുടെ ജീവിത രീതി എന്തൊക്കെയായിക്കോട്ടെ, പക്ഷെ ദൈവത്തിന് വേണ്ടി നിലപാടെടുക്കുവാൻ, ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ, ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അദ്ദേഹം ധൈര്യം കാണിക്കുന്നുണ്ടെങ്കിൽ, ഒരു ചങ്കൂറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 32-33 തിരുലിഖിതങ്ങൾ നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. കർത്താവിൻ്റെ വാക്കുകൾ. ഇതാണ് നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളി സഹോദരങ്ങളെ. ഇതാണ് പരിശുദ്ധ അമ്മ മെജ്ജുകളോട് നമ്മോട് ആവശ്യപ്പെടുക. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രതിജ്ഞയെടുക്കുക. എൻ്റെ ജീവിതം കൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ ഞാൻ ദൈവത്തിനുള്ളവനാണ്, ദൈവത്തിനുള്ളവളാണ് എന്ന് ഞാൻ പ്രഘോഷിക്കുക. ഓ മറിയമേ, എൻ്റെ അമ്മേ,
ഞാൻ മുഴുവനും അമ്മയുടെ, എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.